ഭയങ്കര യോഗ്യനായിട്ട് ഞാൻ എന്നെ പ്രാപ്തനാക്കിയിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ റെപ്പേണ എൻ്റെ മണ്ണായതുകൊണ്ടാണ് അതിലാണല്ലോ എൻ്റെ സെൽഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയിലുള്ള സന്തോഷം. ഞാൻ എന്തോ ആയിക്കോട്ടെ. റെഗുലർലി ഇത് കേൾക്കുന്ന ആളാണെങ്കിൽ ലൈക്ക് അതൊരു ആൻറ്റി ഡിപ്രസൻറ്റ് പോലെയാണ്. എനിക്കിപ്പോൾ 2 ദിവസത്തിൽ കേട്ടില്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ആവും. ആക്ച്വലി ഞാനിതൊരു ഡ്രഗ് പോലെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പാട്ടെന്നല്ല പറയുന്നത്, റാപ്പ് മ്യൂസിക് ജനറലി. ഫൈനൽ ഇയറിൽ എപ്പോഴും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ച്, അപ്പോൾ ബാക്കി എല്ലാവരും മറ്റേ ഈ ഇതിനെല്ലാമായിട്ടൊക്കെ പ്ലേസ്മെൻറ്റിനും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ, അപ്പോൾ എൻ്റെ വായിന്ന് ആദ്യമായിട്ട് ആ കോൺവെർസേഷനിലാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ റാപ്പ് പരിപാടി ഒന്ന് നോക്കണം. എന്നിട്ട് ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അയ്യേ അത് പറഞ്ഞ് മണ്ടത്തരായി പോയല്ലോ, എനിക്കൊരു നോക്കുന്നെനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ. എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് തൃപ്പൂണിത്തറയ്ക്ക് ബസ്സിൽ പോകുമ്പോഴാണ് എനിക്ക് സത്യമായിട്ട് അങ്ങനെയാണ്. ഞാനിങ്ങനെ ഞാൻ എൻ്റെ എറണാകുളത്തുള്ള ഇപ്പോൾ എൻ്റെ എറണാകുളത്തുള്ള നല്ല ഒറ്റ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും മറ്റേ ഒന്ന് പോയാടാന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം ഞാൻ ഒരു 10 മിനിറ്റ് എൻ്റെ തിരുവനന്തപുരത്തുള്ള ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് എന്താടേ എന്നൊക്കെ ഉള്ള ഈ സാധനം മാറുകയും ചെയ്യും. അതിനിടയിൽ മറ്റേ ഇപ്പൊ തിരുമാലിയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചോണ്ടിരുന്ന കറക്റ്റ് പത്തനംതിട്ട ഭാഷ വരികയും ചെയ്യും. അപ്പൊ ഞാൻ അവസാനം തീരുമാനിച്ചു പറഞ്ഞാൽ ഞാൻ ആ ഈ സാധനം ഈ ഒരു ഡൈവേഴ്സിറ്റിനെ ആയിരിക്കും ഞാൻ ഞാൻ വളരെ ആക്സിഡന്റലി വന്നതാ. കാര്യം വെച്ചാൽ ഇവര് കുറെ ചെയ്യുന്നുണ്ട് അവരൊക്കെ. അപ്പൊ ഞാനും അന്വേഷിച്ചു റബ്ബെന്ന് മലബാറിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുത്തു. കാര്യം അവിടെ ഒരു ഹോള് ആളാണ്, നമ്മ ചെറിയ ടീം ഒന്നല്ല. അവിടെ ഒരാള് ഇപ്പുറത്ത് പരിമൾ ചേച്ചി മൂപ്പര് ഉപദേശം വേവൂല, ഒരു ലവലേശം അത് പോകൂല. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. ഞാൻ എന്താ പറയുക, റാപ്പ് മ്യൂസിക്കും റാപ്പേഴ്സാണ് ഇന്ന് ഇൻ ഫോക്കസിൽ. എനിക്ക് റാപ്പ് മ്യൂസിക്കിനെ കുറിച്ച് റാപ്പേഴ്സിനെ കുറിച്ച് ABCD അറിയില്ല എന്നുള്ള ഒരു ഡിസ്ക്ലെയിമർ ഞാൻ ആദ്യം പറയണം. ബട്ട് ഐ എം സോ എക്സൈറ്റഡ്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയത് പാർട്ട് ഓഫ് മൈ റിസർച്ച്. ആൻഡ് ഐ എം റിയലി ഈഗർ ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് കോൺവെർസേഷൻ. കാരണം നമ്മുടെ ക്രേം ദ ല ക്രേം ഓഫ് കേരള റാപ്പ് മ്യൂസിക് ആൻഡ് മ്യൂസീഷ്യൻസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ആൻഡ് താങ്ക്സ് ടു മൈ ടീം ആൻഡ് താങ്ക്സ് ടു മൈ ഓഡിയൻസ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ടു നോ മോർ, ടു ലേൺ അബൌട്ട് റാപ്പേഴ്സ് ആൻഡ് ദ റാപ്പ് മ്യൂസിക് ഇൻ ദ ലൈഫ് ബിഹൈൻഡ് ദ സീൻസ്. താങ്ക്സ് സോ മച്ച് ഫോർ കമ്മിങ് ഓൾ ഓഫ് യു. ആൻഡ് ആദ്യം ലെറ്റ് മി ജസ്റ്റ് വെൽക്കം ക്വിക്ക്ലി അവർ ഗൈസ് ഹിയർ. ദാറ്റ്സ് MC കൂപ്പർ മാൻ എന്നൊക്കെ വിളിക്കുന്നത്, തിരുമാലി ആൻഡ് ഡാബ്സി. ഓക്കെ, സോ ദാറ്റ് ഈസ് ശംഭു അജിത്. നമുക്ക് ശരിക്കും അവരുടെ പേര് റിയൽ പേരും അറിയില്ല. വിഷ്ണു ആൻഡ് മുഹമ്മദ് ഫാസിൽ. യെസ്. അപ്പൊ ഞാൻ നിങ്ങളെ റിയൽ നെയിമിൽ ഞാൻ വിളിക്കുന്നില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് ദിസ് ഓൾട്ടർ ഈഗോ ഇസ് വാട്ട് ഈസ് ക്യാരിങ് യു ഫോർവേഡ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റാൻഡംലി എനിക്ക് മനസ്സിൽ വന്നത്, നമ്മൾ ഈ വേറൊരു പെൻ നെയിം അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഓൾട്ടർ നെയിം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുകയാണ് എന്നുള്ളൊരു പൂർണ്ണ ബോധത്തോടെ ആയിരിക്കുമല്ലോ നിങ്ങൾ ആ ഒരു പേര് ഉൾക്കൊള്ളുക. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു പേരെടുക്കാം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തപ്പോൾ ഫോർ യു ഡാബ്സി ഈസ് എ വെരി അൺയൂഷ്വൽ നെയിം. MC കൂപ്പർ, തിരുമാലി, നിങ്ങൾ ആ പേരുകളൊക്കെ ആലോചിച്ചപ്പോൾ എന്തായിരുന്നു മനസ്സിൽ? നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്തുദ്ദേശമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്? കെൻ യു ഷെയർ പ്ലീസ്? എനിക്ക് തോന്നുന്നു റാപ്പിൻ്റെ ഒരു മറ്റേ ലാർജർ ദാൻ ലൈഫ് ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു പിക് മി അപ്പ് മ്യൂസിക്, ആ ഒരു സാധനമാണ് മറ്റേ. അപ്പം നമ്മൾ കുറച്ച് ഈ നമ്മുടെ പൊതുവെ നോർമലായിട്ടുള്ള ലൈഫിനേക്കാളും ഒരിത്തിരിയും കൂടെ ഒന്ന് നെഞ്ചുവിരിയൻ ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിന് എനിക്ക് ഒന്ന് സ്റ്റേജിലൊക്കെ ആകുമ്പോഴും ആ ഒരു പെർസോണ എന്നുള്ളത്, അതന്നെ ആ ഒരു പെർസോണ എന്നുള്ളത്, അതായത് റാപ്പിൻ്റെ എപ്പോഴും അങ്ങനത്തെ ഒരു പാർട്ടായിരുന്നു. അപ്പോൾ ഗെയിം ഫേസ് ആണെന്ന്. അപ്പോൾ ആ ഗെയിം ഫേസിന് നമ്മളൊരു പേര് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളത് പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മുടെ ഒരു പരിപാടി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ഒരു ക്യാരക്ടറിന് ഇങ്ങോട്ട് പേര് കൊടുക്കുന്നത് പോലെയാണ്. പക്ഷേ ഇറ്റ്സ് ഓൾസോ ലൈക്ക് നമ്മൾ എന്താണോ അത് തന്നെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്. അതെ, സ്റ്റേജ് നെയിം തന്നെയാണ്. നമുക്കൊരു സ്റ്റേജ് നെയിം വേണം എന്തായാലും. എന്റെ റിയൽ നെയിം പറഞ്ഞല്ലോ വിഷ്ണു എന്നാണ്. അതിനെനിക്ക് അതൊരു സ്റ്റേജ് നെയിം ആയിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. കാരണം എവിടെ നോക്കിയാലും വിഷ്ണു ഉണ്ട്. ആരാണ് ഈ തിരുമാലി എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത്? ഞാൻ തന്നെ കണ്ടുപിടിച്ച. പിന്നെ സ്റ്റേജ് നെയിം അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിച്ചില്ല. ഒരു റാപ്പറാകുമ്പോൾ ഒരു മലയാള തനിമയുള്ളൊരു സ്റ്റേജ് നെയിം വേണമെന്ന് തോന്നി. അങ്ങനെ ഒരു കള്ളത്തിരുമാലി എന്നുള്ള വേർഡിൻ്റെ അകത്ത് ആ തിരുമാലി എടുത്തു.
അതിങ്ങനെ ഒരു ബ്രാൻഡ് നെയിമായി മാറി അവസാനം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തു കേട്ടോ തിരുമാലി എന്നുള്ള പേര്. അപ്പൊ പറഞ്ഞ അതിനകത്ത് ഓണസ്റ്റി അങ്ങനെ ഒരു മീനിങ്ങും കൂടി ഉണ്ട്. അതെ അതെ, കള്ളത്തിരുമാലി എന്ന് പറഞ്ഞാല് കള്ളത്തരം കാണിക്കാൻ മിടുക്കുള്ളയാള്, തിരുമാലി എന്ന് വിചാരിച്ചാല് മിടുക്കുള്ള ഒരാൾ, അതാണ് അതിന്റെ ഒരു മീനിങ്. എനിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കാര്യം ഞാൻ 8ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ ആ സമയത്താണ് എനിക്ക് 2 കാരണങ്ങളാലാണ് എനിക്ക് ആ പേര് വരുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. ഫ്രം ആ ഒരു ഹൈസ്കൂൾ ലൈഫിലൊക്കെ കുറെ ഡബ്ബ ഇൻ ദ സെൻസ് ലൈക്ക് അളുക്ക് മൂടി, നമ്മൾ ചോറിനൊക്കെ ടിഫിന് കൊണ്ടുപോകുന്ന എക്സ്ട്രാ ബോക്സ്. അതുപോലെ ഒരു വ്യക്തിക്ക് ആ ഒരു പേരുണ്ടായിരുന്നു, ഡബ്ബക്ക എന്ന് പറഞ്ഞൊരു വ്യക്തി. മൂപ്പര് നിര്യാതനായിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. അപ്പോൾ ആ 2 കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡബ്ബ വിളിക്കുമ്പോൾ വെച്ചാൽ ആദ്യമൊക്കെ ഭയങ്കര 8, 9, 10 ക്ലാസ് ആ സമയത്തൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു ദ ബാൻഡ് ഡബ്ബായി. പിന്നെ ഡിഗ്രി ആ സമയത്താകുമ്പോഴത്തേനും ഡാപ്സി എന്നുള്ള ആ ഒരു രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വെച്ചാൽ ഓക്കെ എന്തായാലും ഒരു പേരിടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു അതിൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ എൻവി എന്നുള്ളത് ഇപ്പോഴും എൻ്റെ സുഹൃത്തു വലയങ്ങളിലുള്ള പല വ്യക്തികൾക്കും അറിയില്ല. സ്കൂൾ കാലം തൊട്ട് ഡബ്ബ തന്നെ വിളിച്ചിരുന്നു എല്ലാവരും. കോളേജ്, സ്കൂള്, +2 എല്ലാവരും അതിനെ വിളിച്ചിരുന്നു. സോ ആൻഡ് വേറൊരു സംഭവം കൂടി ഉണ്ട്, ദൈവം മുന്നേ ചെയ്യിപ്പിച്ചാണ് എന്താ അറിയില്ല, 10ാം ക്ലാസ്സിലാണ് എല്ലാവരും സൈന്, ഓരോരുത്തരുടെ വ്യക്തി ഒപ്പ്, മുദ്ര അല്ലെങ്കിൽ ആ ഒരു സൈന് കൺഫേം ചെയ്യുന്നത് SSLC സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് പഠിക്കുന്നതും SSLCയിലാണ്. എൻ്റെ ലൈഫ് എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ അബൌട്ട് അത്. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ഒപ്പിടാൻ പോകണം, ഒന്നുകൂടി ഒപ്പിട്ട് വെക്കുക, കുറെ ഒപ്പിട്ട് വി വിൽ ഫിക്സ് എ സൈൻ. കസം എൻ്റെ പാസ്പോർട്ടിൽ ഇപ്പോഴും ഡബ്ബ എന്നാണ് സൈൻ. So 15 years back that name is there and it's my brand. Like ഞാനാണ് അത് എന്നുള്ളത് മുന്നേ വിധിക്കപ്പെട്ടതും രചിക്കപ്പെട്ടതും. സോ ആ അന്ന് ദേശീയ ഒരു സാധനത്തിന് നമുക്ക് ഇന്ന് ഇഷ്ടമാണോ അതിന് അലങ്കരിക്കപ്പെട്ട ഒരു പട്ടമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കാരണം ആർട്ടാണ്. നമ്മുടെ ഒരു ഫ്രീ ഫ്ലോയിങ് കോൺവെർസേഷനാണ്. അപ്പം ഞാനിങ്ങനെ നമ്മളൊരു സ്ഥാനത്തിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഓർമ്മ എന്താണ്? ഓഫ് ബീയിങ് എ മ്യൂസിഷ്യൻ, റാപ്പർ എന്ന നിലയ്ക്കാണെന്നില്ല, പക്ഷെ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടക്കുകയാണ്, ആ ഒരു ഉള്ളിലൊരു തോന്നൽ വരില്ലേ, ഒരു സ്പാർക്ക്, അതെപ്പോഴായിരുന്നു? അതേത് മൂമെന്റ് ആയിരുന്നു? ഇത് റിമെമ്പർ ദാറ്റ്? എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് തൃപ്പൂണിത്തറയ്ക്ക് ബസ്സിൽ പോകുമ്പോഴാണ് എനിക്ക് സത്യമായിട്ട് അങ്ങനെയാണ്. ഞാനിങ്ങനെ കളമശ്ശേരിയിൽ നിന്ന് തൃപ്പൂണിത്തറ ബസ്സിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനപ്പോഴും ഈ മലയാളം റാപ്പൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടില്ല. ഞാനപ്പോൾ ഇംഗ്ലീഷ് റാപ്പൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് മലയാളത്തിൽ ചെയ്തുകൂടാ. ഞാൻ ദിവസം ഓർക്കുന്നുണ്ട്, എന്താ പറയുക, ആ സംഭവം കറക്റ്റായിട്ട് ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരു യാത്രക്കിടയ്ക്കുന്ന ഒരു ഐഡിയ ആണ് മ്യൂസീഷ്യൻ ആകണമെന്ന്. അതുവരെ മ്യൂസീഷ്യൻ എന്നുള്ളൊരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. കേൾക്കുന്ന ഒരു ലിസണർ എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് അത്ര തന്നെ ഉള്ളൂ. പാടാൻ പോലും അറിയത്തില്ല എനിക്ക്. അതാണ് സത്യം. അങ്ങനെ എനിക്ക് ആ ഒരു പോയിന്റ് വെച്ചാണ് അങ്ങനെ ഒരു തോട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആ തോട്ട് ഇങ്ങനെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകില്ല. അവിടെ തന്നെ നമുക്ക് പുറത്ത് ചാടാൻ പറ്റിയിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. എൻ്റെ എന്താ, എനിക്ക് 2 സാധനമുണ്ട്. ഇത് ഞാൻ കോളേജിൽ വെച്ചിട്ട് ഭയങ്കര പോസ്റ്റ് ആയതുകൊണ്ട് ഇരുന്ന് എഴുതുമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫുൾ ഇംഗ്ലീഷിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മലയാളം അത്ര പോരാന്ന് തന്നെയായിരുന്നു വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി എനിക്ക് തോന്നുന്നപ്പോൾ ഇംഗ്ലീഷിലിരുന്ന് എഴുതാം. ഒരു 6-7 വർഷം ഇരുന്ന് എഴുതി. എന്നിട്ട് ഇതിനകത്തൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പക്ഷേ അതിൻ്റെ ഏതോ ഒരു സമയത്ത് കോളേജ് തീരാറായപ്പം, അപ്പോൾ ഫൈനൽ ഇയറിൽ എപ്പോഴും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ച്, അപ്പോൾ ബാക്കി എല്ലാവരും മറ്റേ ഈ ഇതിനെല്ലാമായിട്ടൊക്കെ പ്ലേസ്മെൻറ്റിനും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ, അപ്പോൾ എൻ്റെ വായിന്ന് ആദ്യമായിട്ട് ആ കോൺവെർസേഷനിലാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ റാപ്പ് പരിപാടി ഒന്ന് നോക്കണം. എന്നിട്ട് ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അത് പറഞ്ഞ് മണ്ടത്തരായി പോയല്ലോ, എനിക്കൊരു എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ഏതോ ഒരു ദിവസം ഇതേപോലെ വെറുതെ ഒരു ബീറ്റ് ഇങ്ങനെ FM റേഡിയോയിൽ പ്ലേ ആകുമ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒരു വരി ഇങ്ങനെ മലയാളത്തിൽ വായിലിങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ മേരെ പറമ്പിലാണെങ്കിലും മറ്റേ ജഗതി നീ എൻ പുണ്ണഗൈ എന്നൊക്കെ പറയാം. നീ എൻ മോഹൻ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു പിന്നെ അപ്പോൾ ഒരു ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫുൾ സെൻറ്റൻസ് വന്നപ്പോൾ തന്നെ ഞാൻ പിന്നെ വീട്ടിൽ പോയിരുന്നിട്ട് ഒരു ബീറ്റൊക്കെ ഇട്ടിട്ട് എഴുതാൻ തുടങ്ങി. ആ സാധനമാണ് എൻ്റെ ആദ്യത്തെ പാട്ടായിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ട് എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് ഈ ലാംഗ്വേജിനെ ട്രാൻസെൻഡ് ചെയ്യുന്നത് പോലത്തെ എന്തോ ഒരു സാധനം നമ്മൾ ഈ ചെയ്ത് ഇംബൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് വന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതിയ പാട്ട് ആണ് എനിക്ക് ആദ്യമായിട്ട് മറ്റേ ഇത് ഇറക്കാനും
ഇറക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഇതിനുണ്ട് എന്ന് ആദ്യമായിട്ട് തോന്നുന്നത്. അപ്പം അതിനകത്തൊരു മാജിക് ഉണ്ടായിരുന്നു ഇങ്ങനെ ഫീൽ ചെയ്ത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഇതെന്തായാലും പാട്ടായിട്ട് ഇറക്കിയിട്ടേ പറ്റുള്ളൂ എന്നുള്ളവരെ ആവുന്നത്. അത് രണ്ടാണ് എൻ്റെ ഒരു കീ മെമ്മറീസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനകത്തൊരു വലിയ കാര്യം പറഞ്ഞത് ലാംഗ്വേജിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന കാര്യം. അതിപ്പോൾ എനിക്കൊരു സ്റ്റോറി ഉണ്ട്, അത് പിന്നീട് എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. പക്ഷേ ഡാപ്സിയുടെ അതാണ്, ഡാപ്സിയുടെ ലാംഗ്വേജ് മലബാറിൽ നിന്ന് എല്ലായിടത്തേക്കും ഞാൻ അനുഭവിച്ചതിലേറെയും ഭാഷ എന്ന് പറയുന്നത് പോലും ഭയങ്കര ഇതാണ്. ഭാഷാ ശൈലിന്ന് നമ്മളിതിനോട് കൂട്ടിച്ചേർക്കണം. കാര്യം ഭാഷ ഒന്നുള്ളൂ മലയാളം. കുറേ പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭാഷാ ശൈലിന്ന് ചേർക്കപ്പെടണം. ദ ലാംഗ്വേജ് സ്റ്റൈൽ ശൈലി ആണല്ലോ മലയാളമല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വരുന്ന ശൈലിയിലുള്ള വ്യത്യാസത്തെ വിദ്വേഷത്താൽ അടക്കപ്പെടുന്നുണ്ട് കുറേ ആൾക്കാർ. അതിനൊരു ക്ലാസ് ഓഫ് ഒരു റേഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ മാത്രമാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ മലയാളത്തിൻ്റെ വേര് തേടിയിട്ടുള്ള ആംഗലേയ ഭാഷ ശൈലിയുടെ സഹകരണമില്ലാതെ ഞാൻ സംസാരിക്കും. അതിന് ഭയങ്കര യോഗ്യനായിട്ട് ഞാൻ എന്നെ പ്രാപ്തനാക്കിയിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ റെപ്പൻ എൻ്റെ മണ്ണായതുകൊണ്ടാണ് അതിലാണ് എൻ്റെ സെൽഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയിലുള്ള സന്തോഷം. ഞാൻ എന്തോ ആയിക്കോട്ടെ, എന്നാലും എനിക്കും ഉണ്ടാവില്ലേ കുറേയൊക്കെ ആഗ്രഹങ്ങൾ. അങ്ങനെ പറഞ്ഞ മാതിരി തന്നെയാണ് ഈ ആർട്ട്. ഇപ്പം ഞാൻ തുടങ്ങുന്നത് ടു ബി ഹോണസ്റ്റ്ലി എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ വാപ്പ മുഹമ്മദ് റാഫി ഈ പറഞ്ഞ കുറേ അധികം മൂസ അരിഞ്ഞോളി ഏകദേശം 30 രൂപ സാദൃശ്യമുള്ള ഒരു വ്യക്തി രൂപമാണ് എൻ്റെ ഉപ്പാൻ്റെ. കണ്ണാടയും ഏവിയേറ്ററും ഈ സെയിം ഗ്ലാസ്സാണ് മൂപ്പറും ധരിക്കാറ്. മൂസ അരിഞ്ഞോളി അത് തന്നെ ധരിക്കാറ്. എൻ്റെ അലിഫിൽ എൻ്റെ കത്തിൻ്റെ ബാക്കിൽ മൂസക്കാൻ്റെ പിക്ചറാണ് ഞാൻ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദർ ഈസ് എ ട്രിബ്യൂട്ട് ഫോർ എവറി സ്റ്റെപ്പ്. അതൊന്നും പിന്നെ ഇത് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാൻ കാരണം ഇവരിവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മുന്നേ യാത്ര ചെയ്ത് തുടങ്ങിയ ആളാണ്. ഞാൻ വലിയ എല്ലാ സ്റ്റേജിലും എല്ലാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീനിൽ നിന്ന് അരിക്കായി ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് ഫെജും ഇവനൊക്കെ തന്നെയാണ്. കാര്യം എന്താ വെച്ചാല് ഇതുകൊണ്ട് ഫാമിലി ജീവിക്കണ്ട ഇൻഡസ്ട്രി. അതല്ല എൻ്റെ നമ്മളെ ഏറ്റവും വലിയ പ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയും അല്ലെങ്കിൽ ആരടങ്ങുന്ന സംഘം ആ രീതിയിൽ ബോധിച്ച് വൃത്തിക്ക് കിടന്നു പറഞ്ഞു. ഫെജോയും തിരുമല ആ സമയത്ത് കാണിച്ച ഒരു ഗട്ട്സിന്റെ ഒരു സാധനം ഭയങ്കര അങ്ങനെയുള്ള അതാണ് ഞാനൊരിക്കലും ഒരു ഞാൻ കാണുന്ന അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് പണിയെടുക്കുന്ന യഥാർത്ഥ കലാകാരന്മാരായിട്ടുള്ള ഈ പോപ്പ് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവർ അനുഭവിച്ചപ്പോൾ ആദ്യം അവരോട് തീർത്താത്ത കടപ്പാടുണ്ട്. അതൊരു പബ്ലിക്കലി ഞാനത് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ല എനിക്ക് തുടങ്ങിയത് എപ്പോഴാണ്? ഞാൻ വളരെ ആക്സിഡന്റലി വന്നതാ. കാര്യം വെച്ചാൽ ഇവര് കുറെ ചെയ്യുന്നുണ്ട് അവരൊക്കെ. അപ്പം ഞാനും അന്വേഷിച്ചു റബ്ബെന്ന് മലബാറിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുത്തു നോക്കാം. കാര്യം അവിടെ ഒരു ഹോള് ആളുണ്ട്. നമ്മൾ ചെറിയ ടീമൊന്നല്ല. അവിടെ ഒരാള് ഇപ്പുറത്ത് പരിമൾ ചേച്ചി മൂപ്പര് ഉപദേശം വേവൂല, ഒരു ലവലേശം അത് പോകൂല. ഇതൊക്കെ കേട്ടിട്ട് ഇവരെ പാട്ടൊക്കെ കാണാൻ പാടാണ്. വേടൻ്റെ പാട്ട്, അതുപോലെ പരിമൾ ചേച്ചി, MC കൂപ്പർ, ഇവരൊക്കെ ചെറുപ്പം നമ്മൾ കേട്ട് വളർന്ന സ്ട്രീറ്റ് അക്കാഡമിക്സ്, ഫെജോ, ആ ഹോമായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നല്ല പാട്ട് ആര് ചെയ്താൽ നമ്മളെ എക്സൈറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയും. കല കൊണ്ട് എക്സൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫാക്ട് ഉള്ളതിനെ നമുക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് രാവിലെ ഞാൻ ശരിക്കും ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ ഭയങ്കര ലോ മൂഡായിരുന്നു, ഇറിറ്റബിൾ ആയിരുന്നു. ഞാൻ നിങ്ങളുടെ പാട്ടുകൾ കേട്ടു തുടങ്ങി. ജസ്റ്റ് ആസ് എ പാർട്ട് ഓഫ് മൈ റിസർച്ചും കേട്ടു തുടങ്ങി. എൻ്റെ എനർജി എന്ന് പറയുന്നത് പമ്പപ്പ് ആവുന്നതിന് എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഐ ഫെൽറ്റ് എനർജൈസ്ഡ് ബൈ യുവർ മ്യൂസിക്. അതെനിക്ക് തോന്നുന്നു റാപ്പ് മ്യൂസിക്കിൻ്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി ഈസ് ദി എനർജി ദാറ്റ് ഇറ്റ് ഗിവ്സ് ടു എവറി ലിസണർ. അതിൽ ഭാഷ ഒരു പ്രശ്നമല്ല, ഒന്നുമല്ല. ജസ്റ്റ് ദ റിതം ആൻഡ് ദ വേർഡ്സ് ആൻഡ് ദി എനർജി ദാറ്റ് യു ത്രൂ ഇൻ ഈസ് അമേസിങ്. അതിപ്പോൾ ഇതിൽ റിതമാണ് ബേസിക്. റിതം ആൻഡ് പോയട്രി പറയുന്നത്. അപ്പോൾ റിതം നമ്മുടെ ഉള്ളിൽ ഇതിൻ്റെ റിതം കിട്ടിക്കഴിഞ്ഞാൽ ഓൾവേസ് ആ ഒരു റിതമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ റെഗുലർലി ഇത് കേൾക്കുന്ന ആളാണെങ്കിൽ ലൈക്ക് അതൊരു ആൻറ്റി ഡിപ്രസൻറ്റ് പോലെയാണ്. എനിക്കിപ്പോൾ 2 ദിവസത്തെ കേട്ടില്ലെങ്കിൽ ഒരു മൂഡ് ഓഫ് ആവും. ആക്ച്വലി ഞാനിതൊരു ഡ്രഗ് പോലെയാണ് യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. എൻ്റെ പാട്ടെന്നല്ല പറയുന്നത്, റാപ്പ് മ്യൂസിക് ജനറൽ. സത്യമായിട്ടും ആർട്ട് തന്നെയാണ്. അതിലും വലിയൊരു സാധനമില്ല. നമ്മളൊക്കെ എനിക്കൊക്കെ ഏറ്റവും തരുന്നതും അത് തന്നെയാണ്. ആ ഊർജ്ജം സ്റ്റേജിൽ നമ്മൾ കൊടുക്കണം. ഒന്നിനും കഴിയില്ല. കാരണം വെച്ചാൽ 4 സെക്കൻഡിൽ ഒരു ബാറ് ടിക് 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 എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ മൈനസിൽ വി ആർ നോട്ട് പ്ലേയിങ് ലൈവ്. ഫസ്റ്റ് ഓഫ് ഓൾ അത്രയും കോൺഷ്യസ് ആയിട്ട് സ്റ്റേജിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ മൈക്കിൽ വരുന്നതും ആ മോണിറ്ററിൽ വരുന്നതും കേട്ടിട്ടാണ് ഞങ്ങൾ ഈ കണ്ട എനർജി 1000 അല്ലെങ്കിൽ 2000 ആൾ എത്ര ആളായാലും നമ്മൾ പുൾ ചെയ്യുന്നത്. സോ ഐ ഹാവ് ടു ബി വെരി കോൺഷ്യസ് ദെയർ ഇൻ ദ ഗ്രൗണ്ട്
അപ്പോൾ ആൾക്കാർ പറയുന്നത് എല്ലാത്തിനും നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യം ഇരിക്കുന്നില്ല. എന്നെക്കുറിച്ചിട്ടോ ഇവനെക്കുറിച്ചിട്ടോ ഇവൻ്റെ കൂടെ 1-2 ദിവസം പോലും സ്പെൻഡ് ചെയ്യാത്ത വ്യക്തികൾക്ക് എന്ത് അർഹതയുള്ള വേറൊരു വ്യക്തിനെ കുറിച്ച് സംസാരിക്കാം? അവൻ അതാണ്, അവൻ ഇതാണ്, അവൻ മറ്റത്. ആർട്ടായിട്ട് ആര് പറിച്ച് ചെയ്യുമ്പോൾ എൻ്റെ മുടി കളർ ചെയ്തു, ഓൻ വലിയ ഓക്വാർഡാനോ, ആ ചെക്കൻ ഭയങ്കര പോക്ക്. ഇത് കേട്ടിട്ടാണ് ഞാൻ ഗ്രോ ചെയ്യണത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഭാഷ ശൈലി പിന്നെ അതിൻ്റെ പുറത്തേക്കാണ്. കൊച്ചിയിൽ വന്നിട്ട് ഇതാ ചോദിച്ചു നോക്കിയാൽ എല്ലാവരും ഉണ്ട്. അജ്ജി അവിടെ എന്താണ്ട ജി പറയണേ, എന്ത് ഭാഷയാണ് ബ്രോ സംസാരിക്കുന്നത്? ആ ശരിയാണ്. ഇതിനെ ഒന്ന് സൈലൻസ് ചെയ്യാന്നുള്ള നമ്മളെ ഡൗട്ട് ചെയ്യുന്ന സാധനങ്ങൾ അത് ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിശയം തോന്നായിരിക്കും, കാരണം ഞാൻ കോട്ടയത്തെ ഭാഷയാണ് ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നോർത്തിലേക്ക് പോകുമ്പോൾ ഒരു ഏരിയയിൽ ഉള്ള ആൾക്കാർ ഒരിക്കൽ ഇതെന്താണ് സംസാരിക്കുന്നത്, കാരണം നമ്മളെ ഭാഷ പ്രൈമറിലി കോട്ടയത്തെ ഭാഷയാണ്. അത് എവിടെ പോയാലും അത് ഡബ്സ്. ഇപ്പം നമ്മൾ നാട്ടിൽ എവിടെ പോയാലും ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് പോയാൽ ആ ഭാഷയെ കളിയാക്കുന്ന ആൾക്കാരാണ്. പറയട്ടെ ഇപ്പൊ ഓക്കെ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. എന്റെ POV ഞാൻ പറയുമ്പോൾ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എടുത്താൽ മതി, ആർട്ടിസ്റ്റ് പോട്ടെ. ഇപ്പൊ ഇവന്റെ പാട്ട് ഞാൻ കേൾക്കാം, പക്ഷേ ഇതിനകത്തൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി എൻ്റെ അച്ഛൻ പത്തനംതിട്ടയെന്നാണ്, അമ്മ കായംകുളത്തു നിന്നാണ്, ഞാൻ തിരുവനന്തപുരത്താണ് ഒരു 10 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 12 വർഷം ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഈ തുടങ്ങുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇത് അപ്രോപ്രിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ എറണാകുളത്തുള്ള ഇപ്പോൾ എൻ്റെ എറണാകുളത്തുള്ള നല്ല ഒറ്റ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും മറ്റേ ഒഞ്ഞ് പോയാടാന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം ഞാൻ ഒരു 10 മിനിറ്റ് എൻ്റെ തിരുവനന്തപുരത്തുള്ള ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് എന്താടേ എന്നൊക്കെയുള്ള ഇത് ഈ സാധനം മാറുകയും ചെയ്യും. അതിനിടയിൽ മറ്റേ ഇപ്പൊ തിരുമാലിയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ കറക്റ്റ് പത്തനംതിട്ട ഭാഷ വരികയും. അപ്പൊ ഞാൻ അവസാനം തീരുമാനിച്ചു നോക്കാൻ, ഞാൻ ആ ഈ സാധനം ഈ ഒരു ഡൈവേഴ്സിറ്റിനെ ആയിരിക്കും ഞാൻ റെപ്പ് ചെയ്യേണ്ടത്. ഓരോരുത്തർ പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ പരിമൾ ഷൈസ്, അതുപോലെ MC കൂപ്പർ, ഈ പറഞ്ഞ മാതിരി തന്നെയാണ് അവിടെ ഹനുമാൻ കൈൻഡ് ഇരിക്കുന്നുണ്ട്, S ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മർത്തിൻ കാലിക്കറ്റ്, ഇങ്ങനെ ആർക്കും ആരോടും വിരോധമൊന്നുമില്ല. ഞങ്ങളൊക്കെ അത്രയും എന്തുണ്ടെങ്കിലും ഇപ്പൊ ഋഷി, തൃശ്ശൂർ വാർഡൻ, തഡ്വൈസർ, അത്രയും കാലത്ത് നല്ല ബന്ധമുണ്ട്, ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ. ഹിപ്ഹോപ്പിന് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്, എല്ലാവരും അവർ ഒറിജിനാലിറ്റി തേടിയാണ് പോകുന്നത്, ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഞാനാണെങ്കിലും തുടങ്ങിയ സമയത്ത് ഇംഗ്ലീഷ് റാപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം. ഇപ്പൊ ഞാൻ സാമ്പാർ എഴുതുമ്പോൾ ഞാൻ ഉള്ളത് പറയാണ്, ഞാൻ മലയാളത്തിന്റെ ആ പവിത്രമായ മലയാളം എന്നൊക്കെ മറ്റുള്ളവർ പറയപ്പെടുന്ന മലയാളം, എനിക്ക് അങ്ങനെ ഒരു ലേബലൊന്നുമില്ല. ആ രീതിയിൽ ഞാൻ എഴുതിയിട്ട് പറഞ്ഞു, ബ്രോ എനിക്ക് നിങ്ങളതാ വേണ്ടി, എനിക്ക് നിങ്ങളേതായ ശൈലിയൊക്കെ വേണ്ടി പറഞ്ഞു. അപ്പൊ അതിലേക്ക് എത്താൻ എനിക്ക് സമയം വേണ്ട. ഞാൻ വിചാരിച്ച ഇവര് ഫെജോണ്ട് ഇവനുണ്ട്, അപ്പൊ ഞാൻ നിന്റെ പരിപാടി 2 രീതിയിൽ എഴുതുക. അതാണ് ഓനും പറഞ്ഞ കോട്ടയം. നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റിയും ഓപ്ഷൻസും ഉള്ള മലയാളികളാണ് നമ്മൾ. എനിക്ക് കവാലി എഴുതാം, എനിക്ക് ഉറുദു അറിയാം, എനിക്ക് അറബിയിൽ എഴുതാം, എനിക്ക് ഹിന്ദിയിൽ എഴുതാം, എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയും, എനിക്ക് മലയാളത്തിൽ അറിയും, മലയാളം മറ്റുള്ള ഭാഷാശൈലി അറിയും. സോ ഹൗ റിച്ച്. And that brings me to the question, ഇപ്പൊ നമ്മൾ ഈ റൂട്ട്സിലേക്ക് പോവുക എന്നുള്ള കാര്യം പറഞ്ഞില്ല. And that was a beautiful point. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് കിടക്കുന്ന റാപ്പ് നമ്മുടെ റൂട്ട്സിൽ ഓൾറെഡി ഉണ്ട്. അത് ഓൾറെഡി ഓട്ടം തുള്ളലുണ്ട്, ഓൾറെഡി മാപ്പിളപ്പാട്ടിലുണ്ട്. ആ റിതം ആൻഡ് പോയട്രി ഓൾറെഡി നമ്മുടെ റൂട്ട്സിലുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബി നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഒരു റീപാക്കേജിംഗ് വേണമെങ്കിൽ ാണത്. ഓക്കെ, എന്നോ തുടങ്ങപ്പെട്ടതിനെ നമ്മൾ പിടിച്ചിട്ട് മുന്നോട്ട് പോകണം. അതാ ഞാൻ മുന്നേയും പറഞ്ഞു, മങ്ക ഞാനായിട്ടൊന്നും ഉണ്ടാക്കണില്ല, ഇന്റേതായ ഒരു ചേരുവ, ആൻ ഇൻഗ്രീഡിയന്റ് ഐ എം പുട്ടിങ്, ഹി ഈസ് ഓൾസോ ഡൂയിങ് ദ സെയിം, ഹി ഈസ് ഓൾസോ ഡൂയിങ് ദ സെയിം. എനിക്കാണെങ്കിൽ മറ്റേ ആ സാധനം എപ്പോഴും തോന്നുന്നു, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും നമ്മുടെ ഒരു പ്രജുഡിസിനെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ കിടിലുമായി എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ മലയാളത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ പ്രാവീണ്യം നേടുക എന്നുള്ളത് കൂളായിട്ടുള്ളൊരു പരിപാടിയല്ല. അപ്പൊ എനിക്ക് ഏതൊരു പോയിന്റിൽ എനിക്ക് ശരിക്കും തോന്നിയത് നമ്മുടെ ആ കൾച്ചറിനെ ഐഡന്റിറ്റിനെ എംബ്രേസ് ചെയ്തിട്ട് മലയാളികളെ കൊണ്ട് അല്ലെങ്കിൽ പുതിയ ജനറേഷൻ മറ്റേ മലയാളത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്ലാങ്ങിൽ സംസാരിക്കുക. ഇപ്പൊ ഞാൻ ഓപ്പണായിട്ട് പറയാൻ കേട്ടോ, എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് ഇത് പറയാൻ. ഐ എം വെരി സോറി ടു സേ ദിസ്. ഇത്രയും മോഡേൺ ആയിട്ട് പുതിയ തലങ്ങളെ തേടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരിലെ മലയാളി എന്ന് പറഞ്ഞതിൽ പ്രൗഢമായിട്ട് ഞാൻ വലിയ
മലയാളം എഴുതാനും വായിക്കാനും കറക്റ്റായിട്ട് അറിയാത്ത വ്യക്തികളാണ് ഈ പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിനെ, ഈ പറഞ്ഞ ബഷീറിനെയും ബാക്കിയുള്ള സാഹിത്യ കലാലോകങ്ങളെയും ബാക്കിയുള്ള കൾച്ചറിനെയും മലയാളം അറിയാതെ എങ്ങനെയാണ് ഇവർക്ക് വായിക്കാൻ കഴിയുക? ഹാവ് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് മനസ്സിലായി എനിക്ക്. ഞാൻ ഇതൊരു സർവേ എടുത്തോ, കൊച്ചിയിൽ ഇറങ്ങി ഒരു ഞാൻ ഓപ്പണായിട്ട് ഐ ഹാവ് എപ്പിസോഡ്സ് ഫോർ കണ്ടന്റിൻ്റെ ഇഷ്ടം പോലെ ആർക്കെങ്കിലും ഏതെങ്കിലും വ്ളോഗർക്ക് ഫ്രീ ഒരു സ്ലേറ്റ് പെൻസിൽ എടുക്കുക, ഒരു 5 മലയാള വാക്യം എഴുതാൻ കഴിയുമെന്ന് വെച്ചിട്ട് ടീൻസിനെ പഠിക്കണം ഫ്രം 20 to 30. അയ്യോ അല്ല അത് നീ പറഞ്ഞ കറക്റ്റാ. കാരണം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഇതാണ്, മറ്റേ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ആൾക്കാർ വന്നിട്ട് ചോദിക്കും ബ്രോയ്ക്ക് എങ്ങനെ മലയാളത്തിൽ ഇത്രയും വാക്ക് പറയാം? എനിക്കൊരു പിണ്ണാക്ക് പറഞ്ഞൂടാ. ഞാൻ മറ്റേ എഴുതി പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എപ്പോഴും മറ്റേ വളരെ പച്ചയ്ക്ക് ആൾക്കാർ ചോദിക്കുമ്പോൾ പറയും ഞാൻ ശബ്ദകോശും ഓളം ഡോട്ടിനിലും ഒക്കെ കുറെ നേരം നിൽക്കുന്നുണ്ട്. മറ്റേ അന്ന് സന്ദേശത്തിൽ ചോദിച്ച മാന്യമായി തോറ്റത് എന്താന്നെ പറഞ്ഞാൽ പോലെ. അപ്പൊ നമ്മളത് പഠിക്കാൻ നോക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിനൊരു വളരെ എന്താണ് ഹിപ്പായിട്ടുള്ള അർബനായിട്ടുള്ള ഒരു സാധനത്തിനകത്ത് നിന്നുകൊണ്ട് ഇപ്പം എനിക്ക് ദാബ്സിയുടെ അടുത്തും ബേബിയുടെ അടുത്തും ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സിനിമയ്ക്കകത്തും കൾച്ചറിനകത്തും ഒക്കെ മിസ്റെപ്രസെൻറ്റഡ് ആവുകയും അണ്ടർ റെപ്രസെൻറ്റഡ് ആവുകയും ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് അതിനെ അവർ കൂളാക്കി, ഭയങ്കര കൂളാക്കി. ആൻഡ് ആ ഒരു കൾച്ചർ അത് കാരണം അവരെ ബാക്ക് ചെയ്യുന്ന രീതിയും അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അത് ഭയങ്കരമായിട്ട് കാണാനും ഉണ്ട്. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് നമ്മളുള്ളിൽ നമ്മൾ അടക്കപ്പെട്ട ഒരു രീതിയിൽ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കാണാൻ അറിയോ, എന്തെന്നായാലും ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകളിലൂടെ വന്നാൽ കയറുന്നവർക്ക് മുന്നേ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് ഉള്ള ഒരു പ്രതീക്ഷയായിരുന്നു അവരുടെ ജീവിതം. പക്ഷെ ഇന്നത് മാറി. അതിന്റെ പിന്നിൽ നമ്മളൊക്കെ പണിയെടുത്തോണ്ടാണ് ഇപ്പൊ നമ്മളിന്ന് ഇവിടെ ഇരിക്കണേലും അതിന്റെ ഒരു റീസൺ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 2 വഴിക്കും നടക്കുന്നുണ്ട്. ഒരു വശത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന മ്യൂസിക് സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആൻഡ് സിനിമ എന്നൊരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അതിന് വല്ലാതൊരു ബൂസ്റ്റ് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ കിരീടം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല, ഇങ്ങനെ ലൂപ്പിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ കേട്ട പാട്ട് ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ആ ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് നിങ്ങളുടെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, തിരിച്ചും കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ട്രാൻസാക്ഷൻ. അവന്മാരും ചെറിയ ടീമൊന്നല്ല മാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നിട്ട് പറയും നമ്മളും ചെറിയ ടീമൊന്നല്ലല്ലോ എന്നിങ്ങനെ പറയും. അവിടെ നിന്നാണ് എന്നിട്ട് ഇത് കൊള്ളാലോ എന്നുള്ള സാധനത്തിനാണ് സ്കീം എന്നുള്ള പാട്ട് ഇങ്ങനെ നമ്മ ചെറിയ ടീമൊന്നല്ല, കാണാത്ത സീനൊന്നില്ല, ഇറക്കാത്ത സ്കീമൊന്നില്ല, വെറുതെ വീഡിയോ, അങ്ങനെയാണ് ആ പാട്ട് വരുന്നത്. അപ്പം ഇത് എന്നെ ഇൻസ്പയർ ചെയ്ത ആ ഒരു ഒറ്റ ലൈൻ്റെ ഒരു വൈബ്. ഇവരൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, ആ വിളിനെ നമ്മൾ ഇഷ്ടപ്പെടണേ. അതിനുശേഷം ഉണ്ടാവുന്ന ടെൻഷനും ബാക്കിയുള്ള അല്ലേ പിന്നെ മ്യൂസിക് ഒരു കരിയർ ഓപ്ഷനായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്തൊരു വളർന്നു വരുന്ന സ്റ്റൈൽ ഒരിക്കലും കാണാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചൊരു ബാലികേറാൻ മല തന്നെയായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഇൻഡസ്ട്രി സീനിൽ വന്ന് പെടുമെന്ന്. This is a dream come true. ഡ്രീം കം ട്രൂ ആണ് ആക്ച്വലി.